നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ മക്കളെ ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞയച്ചോളി. കുട്ടികളുടെ വിജയത്തിൽ രക്ഷിതാക്കളുടെ ഒരേയൊരു വിശ്വാസം ഓക്സ്ഫോർഡ്. ഇനി ട്യൂഷൻ സെന്ററുകൾ തേടിയുള്ള അലച്ചിൽ നിർത്താം. ബുക്ക് യുവർ സീറ്റ്സ്. ഓക്സ്ഫോർഡ് ഈറ്റ്സ് യുവേഴ്സ്. ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. എടാ മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ മിറർ എന്ന് പറഞ്ഞിട്ടുള്ള കവിതയാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് അമേരിക്കൻ പോയറ്റ് ആയിട്ടുള്ള സിൽവിയ പ്ലാത്ത് ആണ്. അപ്പൊ പേര് പോലെ തന്നെ ഒരു കണ്ണാടിയെ ബേസ് ചെയ്തിട്ടാണ്. മിറർ എന്ന് പറഞ്ഞാൽ കണ്ണാടിയാണല്ലോ, കണ്ണാടിയെ ബേസ് ചെയ്തിട്ടാണ് മക്കളെ നമ്മുടെ ഈ കവിത എഴുതിയിരിക്കുന്നത്. ഈ ഒരു കവിതയിൽ നമ്മോട് സംസാരിക്കുന്നത്, ഇതിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ അയാം എന്ന് തുടങ്ങുന്നുണ്ട് അല്ലെ. ഈ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മിറർ, ഒരു കണ്ണാടി തന്നെയാണ്. മക്കളെ, നിങ്ങളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാവും, ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാന്ന് അല്ലെ. എന്നാൽ പഴഞ്ചൊല്ല് നമുക്ക് തിരിച്ചും പറയാം, ഒരു നല്ല കണ്ണാടി ഉണ്ടെങ്കിൽ നമുക്ക് ചങ്ങാതിയുടെയും ആവശ്യമില്ല. കാരണം ഈ കണ്ണാടി എന്ന് പറയുന്ന സാധനം തന്നെ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണടാ. അതെന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ ഒരുപാട് വിശ്വസിക്കുന്ന സുഹൃത്തുക്കൾ വരെ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മളെ പറ്റിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇട്ടാണ്ട് നമ്മൾ നന്നായിട്ട് അടിഞ്ഞൊരുങ്ങി വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ കാണാൻ അത്ര രസമൊന്നും ഉണ്ടാവൂല. ചിലപ്പം ആ ഡ്രസ്സ് വളരെ മോശമായിരിക്കും. എന്നാലും നമ്മളെ സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ആക്കിക്കൊണ്ടോ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളോട് പറയാനുണ്ട്, സംഗതി അടിപൊളിയാടാ, നീ നല്ല സുന്ദരനായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട്, ഷാറൂഖ് ഖാന്റെ മാരിയുണ്ട്, ഐശ്വര്യറായിന്റെ മാരിയുണ്ട് എന്നൊക്കെ പറയും അല്ലെ. പക്ഷെ ശരിക്കും അങ്ങനെ ഉണ്ടാവൂല. ചിലപ്പോൾ അവര് നമ്മളെ നോക്കിക്കൊണ്ട് ആക്കിയതോ അല്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ പറഞ്ഞതായിരിക്കും. പക്ഷെ മക്കളെ, ഈ കണ്ണാടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കണ്ണാടി അങ്ങനെയല്ല. കണ്ണാടി ഇങ്ങനെ കള്ളം പറയില്ല. എന്താണോ നമ്മൾ, അത് നമുക്ക് കൃത്യമായിട്ട് നമ്മളെ കാണിച്ചു തരും. നമ്മുടെ മുഖത്ത് ചുളിവുകൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണിച്ചു തരും. വല്ല കാക്കാപ്പുള്ളിയോ എന്തെങ്കിലും ഒരു കുരുവൊക്കെ നമ്മുടെ മൊത്ത ശരീരത്തിൽ എവിടെ ഉണ്ടെങ്കിൽ മൂപ്പര് അത് കൃത്യമായിട്ട് കാണിച്ചു തരും. മൂപ്പര് ഒന്നും പൊട്ടിയിട്ട് മറക്കുകയോ ഒന്നും ചെയ്യൂല അല്ലെ. അപ്പം മക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ കണ്ണാടി. ഓക്കെ, അപ്പൊ ഈ ഒരു സംഗതി ബേസ് ചെയ്തുകൊണ്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആരാണെന്നും നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്നും കൃത്യമായിട്ട് നിർവചിക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് ഈ കണ്ണാടി. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ കവിതയിൽ കണ്ണാടിയെ തന്നെ എടുത്തു പറയാൻ കാരണം എന്താന്ന് വിചാരിച്ചാല്, നമ്മുടെ കവിതയിൽ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ഈ കണ്ണാടി നോക്കുമ്പോൾ അവളുടെ സ്വത്വബോധം, അവളുടെ ഐഡന്റിറ്റി അവൾ തിരിച്ചറിയാണ്. ഒരു കണ്ണാടിയിൽ ദീർഘകാലമായിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഒരു പെൺകുട്ടി നോക്കുകയാണ്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, അവൾക്ക് പ്രായമായി, അവളുടെ മുടികളിൽ നര വീണു, അവൾക്ക് ചുളിവുകൾ വീണിരിക്കുന്നു. ഇതൊക്കെ മനസ്സിലായപ്പോൾ അവൾക്ക് തന്നെ ഒരു സങ്കടം വരികയാണ്. അപ്പൊ അവളുടെ ഇമോഷൻസ്, ഒരു കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ കണ്ണാടി സത്യം ഇങ്ങനെ തുപ്പുന്ന സമയത്ത് അവൾക്ക് തോന്നുന്ന ഇമോഷൻസ് ഒക്കെയാണ് ഈ ഒരു മിറർ എന്ന കവിതയിലൂടെ നമ്മുടെ സിൽവിയ പ്ലാത്ത് വ്യക്തമാക്കുന്നത്. അവളുടെ സ്വന്തം പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ ഇതിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും മക്കളെ, നമുക്ക് നോക്കാം കണ്ണാടിക്ക് എന്താണ് സത്യം വിളിച്ചു പറയാനുള്ളതെന്ന്. ഓക്കെ മക്കളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഐ എന്ന് പരാമർശിച്ചിരിക്കുന്നത് നമ്മുടെ മിററിനെ തന്നെയാണ്. അപ്പൊ മിറർ നമ്മളോട് പറയാണ്, ഐ ആം സിൽവർ, ഞാനൊരു വെള്ളിയാണെന്ന്. ഈ സിൽവർ എന്നുള്ളത് കണ്ണാടിയുടെ നിറത്തെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഈ കണ്ണാടിയുടെ പ്രതലമൊക്കെ നല്ല സിൽവർ കളറിൽ നല്ല വെട്ടിത്തിളങ്ങല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ നല്ല വെള്ളി നിറത്തിലുള്ളതാണ്. ആൻഡ് എക്സാക്ട് എന്ന് പറഞ്ഞാൽ കൃത്യം, അതായത് എന്നിലൂടെ കിട്ടുന്ന പ്രതിബിംബങ്ങൾ, റിഫ്ലക്ഷൻ ഒക്കെ വളരെ കൃത്യമായിരിക്കും. എന്താണോ എന്റെ മുന്നിൽ വന്നു നിൽക്കുന്നത് അതിനെ ഉള്ളതുപോലെ കാണിക്കുന്നവരാണ് ഞാൻ. അപ്പൊ ഞാൻ വളരെ സത്യസന്ധനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കണ്ണാടി തുടങ്ങുന്നത്. ഇനി പറയാണ്, ഐ ഹാവ് നോ പ്രീ കൺസെപ്ഷൻസ്. എന്താ പ്രീ കൺസെപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രിജുഡീസ് എന്ന് പറയാം, മുൻവിധികൾ. അതായത് നമുക്കറിയാം, നമ്മളെ മനുഷ്യന്മാരുടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത്, അത് ആദ്യമായിട്ട് കാണുന്ന ഒരാളെ ശരി, എപ്പോഴും കാണുന്ന ഒരാളാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ അയാളെ കുറിച്ചൊരു പ്രീ കൺസെപ്ഷൻ വെച്ച് പുലർത്തും, ഒരു മുൻവിധി അല്ലെങ്കിൽ ഒരു മുൻധാരണ ഉണ്ടാക്കും. ഇയാൾ ഇങ്ങനെയായിരിക്കും അല്ലെ. നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുകയാണെങ്കിൽ നമ്മൾ പറയുന്നത്, ഇയാൾ ഇപ്പോൾ അയാളുടെ ഡ്രസ്സ് നോക്കും അല്ലെ, അയാളുടെ മുഖഭാവം നോക്കുന്നിട്ട് പറയും, ഇയാൾ ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അയാൾ അങ്ങനെ ഒന്നും ആവില്ല, ഒരു ഊഹമാണ്, ഒരു തട്ടിവിടലാണ് അല്ലെ. ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഊഹിക്കുക, അതല്ലെങ്കിൽ ചിലപ്പോൾ മോശമായിട്ടായിരിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ ഊഹങ്ങളൊക്കെ തെറ്റാവും. എന്നാൽ ഒരു കണ്ണാടിയുടെ കാര്യത്തിൽ കണ്ണാടി പറഞ്ഞു വെച്ചാൽ, എനിക്ക് അങ്ങനത്തെ യാതൊരു മുൻവിധിയില്ല. എൻ്റെ മുന്നിലേക്ക് വരുന്നവൻ നല്ലവനാണോ, ചീത്തയാണോ, ക്രൂരനാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സ്വഭാവമുള്ളവനാണോ, അതൊന്നും എൻ്റെ ഒരു വിഷയമേ അല്ല. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്നാണ് കണ്ണാടി ഉദ്ദേശിക്കുന്നത്. വാട്ട്
വാട്ട് എവർ ഐ സീ, ഞാൻ എന്താണോ കാണുന്നത്, അതായത് കണ്ണാടി പറയാണ് എന്റെ മുന്നിലേക്ക് എന്താണോ വരുന്നത്, മനുഷ്യനായിക്കോട്ടെ വേറെ എന്തെങ്കിലും സാധനം ആയിക്കോട്ടെ, എന്റെ മുന്നിലേക്ക് എന്ത് വരുന്നോ ഐ സ്വാലോ ഇമ്മീഡിയറ്റ്ലി, ഞാൻ അതിനെ ഉടനെ അങ്ങോട്ട് സ്വാലോ ചെയ്യുന്നു. ഇമ്മീഡിയറ്റ്ലി പറഞ്ഞാൽ പെട്ടെന്ന്, സ്വാലോ ചെയ്യാൻ വിഴുങ്ങുക, ഞാൻ അതിനെ വിഴുങ്ങുക എന്ന് ഉദ്ദേശിച്ചത് ഞാൻ അതിനങ്ങോട്ട് ഉൾക്കൊള്ളും. അതായത് എന്റെ മുന്നിൽ എന്ത് വന്നു നിൽക്കുന്നോ അതിനെ ഞാൻ അതേപോലെ റിഫ്ലക്ട് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞത്. എങ്ങനെ റിഫ്ലക്ട് ചെയ്യും? ജസ്റ്റ് ആസ് ഇറ്റ് ഈസ്, അത് എങ്ങനെയാണോ എന്നെ കാണുന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ അതിനെ കാണുന്നത് അതുപോലെ, ആസ് ഇറ്റ് ഈസ് അല്ലെ, അതുപോലെ ഞാൻ അതിനെന്ത് ചെയ്യും? അങ്ങോട്ട് ഉൾക്കൊള്ളും അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യും. ദെൻ അതും എങ്ങനെ? അൺമിസ്റ്റഡ് ബൈ ലവ് ഓർ ഡിസ്ലൈക്ക്, ഒരു സ്നേഹത്തിന്റെയോ അല്ലെങ്കിൽ ഇഷ്ടത്തിന്റെയോ, ഡിസ്ലൈക്ക് അനിഷ്ടത്തിന്റെയോ മിസ്റ്റ് ഇല്ലാതെ, അൺമിസ്റ്റഡ് എന്നാ പറഞ്ഞ മങ്ങല് അല്ലെങ്കിൽ എന്താ മൂടുപടം അല്ലെ, അതായത് ഇഷ്ടത്തിന്റെയോ അനിഷ്ടത്തിന്റെയോ ഒരു മൂടുപടവും ഇല്ലാതെ എന്റെ മുന്നിൽ വരുന്ന ഏതൊരു ഒബ്ജക്റ്റിനെയും ഞാൻ അങ്ങോട്ട് ഉൾക്കൊള്ളും, ഞാൻ അതിനെ അതേപോലെ പ്രതിഫലിപ്പിക്കുമെന്നാണ് കണ്ണാടി ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താ ഈ ഇഷ്ടത്തിന്റെയും അനിഷ്ടത്തിന്റെയും മൂടുപടം എന്ന് ഉദ്ദേശിച്ചത്? നമുക്കറിയാം നമ്മൾ മനുഷ്യന്മാരുടെ മറ്റൊരു സ്വഭാവമാണ്, നേരത്തെ ഈ പ്രിജുഡീസിന്റെ മുൻവിധിയുടെ കഥ പറഞ്ഞ കാര്യത്തിന് നമ്മുടെ മനുഷ്യന്മാർക്ക് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്. നമ്മളൊരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരാളെയോ കാണുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആണ് നമ്മുടെ മുന്നിലെങ്കിൽ അവർക്ക് എന്ത് കുറവുകൾ ഉണ്ടെങ്കിലും നമുക്ക് അവർ ഭയങ്കര സുന്ദരനായിട്ടും സുന്ദരിയായിട്ടും തോന്നും അല്ലെ, അതൊരു പ്രത്യേകതയാണ്. ഇപ്പൊ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ മാതിരിയാണ് പല മനുഷ്യന്മാരുടെയും അവസ്ഥ. പല മനുഷ്യന്മാരിലെ എല്ലാ മനുഷ്യന്മാരുടെയും അവരുടെ കുറവുകളൊന്നും നമ്മൾ കാണൂല. എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് നമ്മുടെ മുന്നിലെങ്കിലോ അയാൾക്ക് എത്ര നന്മയുണ്ടെങ്കിലും അതൊന്നും നമ്മൾ കാണൂല, അവരുടെ കുറവുകൾ മാത്രമേ നമ്മൾ കാണുള്ളൂ. പക്ഷെ കണ്ണാടി പറയുകയാണെന്ത്, അത്തരത്തിലുള്ള ഒരു ഇഷ്ടവും അനിഷ്ടവും എന്നെ ബാധിക്കില്ല, എനിക്ക് അങ്ങനെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒന്നുമില്ല, എന്റെ മുന്നിൽ ആര് വന്നാലും അയാൾ ഏത് രൂപത്തിൽ വരുന്നോ ആ രൂപത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും? പ്രതിഫലിപ്പിക്കും അല്ലെ. എന്നിട്ട് പറയുകയാണെന്ത്, ഐ ആം നോട്ട് ക്രൂവൽ, ഞാൻ അത്ര ക്രൂരനൊന്നല്ല. നമ്മളെ മനുഷ്യന്മാരാക്കുകയാണ്, ഞാനേ മനുഷ്യന്മാരെമാരി ക്രൂവലൊന്നല്ല, ഓൺലി ട്രൂത്ത്ഫുൾ, ഞാൻ സത്യസന്ധൻ മാത്രമാണ്, സത്യം അതേപോലെ കാണിക്കുന്ന ഒരുത്തനാണ് ഞാൻ. അപ്പൊ കണ്ണാടി പറയുന്ന കാര്യങ്ങളൊക്കെ മക്കൾ ശ്രദ്ധിച്ചില്ലേ? ഇനി കണ്ണാടിക്ക് എന്താ പറയാനുള്ളത് നോക്കി ശ്രദ്ധിക്ക്. ദ ഐ ഓഫ് എ ലിറ്റിൽ ഗോഡ്, കണ്ണാടി പറയണത് ഞാൻ ദൈവത്തിന്റെ ഒരു കുഞ്ഞു കണ്ണുകളാണെന്നാ പറയുന്നത്, അല്ലെ കണ്ണാണ്. അതും എങ്ങനെ? 4 കോണേഡ്, 4 മൂലകളുള്ള ഒരു ദൈവത്തിന്റെ കണ്ണാണ് ഞാൻ എന്നാണ് പറഞ്ഞത്. അതെന്ത് ദൈവത്തിന്റെ കണ്ണിനോട്, അതായത് ഇവിടെ ഒരു മെറ്റഫറാണ് ഉപയോഗിച്ചത്. കണ്ണാടി തന്നെ ദൈവത്തിന്റെ കണ്ണിനോട് കമ്പയർ ചെയ്യാണ് അല്ലെ, ഒന്നിനെ മറ്റൊന്നിനോട് ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് മെറ്റഫർ എന്ന് പറയാ. അപ്പൊ ഇവിടെ കണ്ണാടി പറയാണ് ഐ ആം ദ ഐ ഓഫ് ദ ലിറ്റിൽ ഗോഡ് അല്ലെ, ഒരു ദൈവത്തിന്റെ കുഞ്ഞു കണ്ണാണ് ഞാനെന്നാ പറഞ്ഞത്. എന്നാൽ അങ്ങനെ പറയാൻ കാരണം എന്താ പറയാ മക്കളെ, ഈ ദൈവത്തിന് ദൈവവിശ്വാസമുള്ളവർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നുള്ളതെന്ന് എനിക്കറിയില്ല. എന്തായാലും ദൈവവിശ്വാസികൾക്കറിയാം ദൈവം എല്ലാ മനുഷ്യന്മാരെയും ഒരേ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്നു, അവന്റെ മുന്നിൽ എല്ലാവരും സമന്മാർ, അങ്ങനെയല്ലേ പറയണത്. സംഗതി അതിന്റെ നേരെ വിരോധാഭാസമാണ് ഭൂമിയിൽ നടക്കണല്ലേ. എവിടെ പൈസക്കാര്, പാവപ്പെട്ടവര്, അതേപോലെ കൈയില്ലാത്തവര്, കാലില്ലാത്തവരുണ്ട്, എല്ലാ ആരോഗ്യമുള്ളവരുണ്ട്. ദൈവം എല്ലാവരും ഒരു കണ്ണ് കൊണ്ടാണോ കാണുന്നത് എനിക്കറിയില്ല. എന്തായാലും വിശ്വാസികൾ അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും ആ ഒരു അർത്ഥത്തിലാണ് നമ്മുടെ സിൽവിയ പ്ലാത്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ണാടി പറയണത് ഞാൻ ദൈവത്തിന്റെ കണ്ണുകളാണ്, ഞാൻ എൻ്റെ മുന്നിൽ വരുന്നവരൊക്കെ ഒരേപോലെ കാണുന്നു എന്ന്. പിന്നെ ഈ 4 കോണേഡ്, 4 മൂലകളുള്ള എന്ന് പറയാൻ കാരണം കണ്ണാടിക്ക് സാധാരണ ചതുരത്തിലുള്ള കണ്ണാടിയായിരിക്കും, അപ്പൊ അതിന് 4 മൂല ഉണ്ടാവുമല്ലോ. അപ്പൊ 4 മൂലകളോട് കൂടിയ ഒരു കണ്ണാണ്, ദൈവത്തിന്റെ കണ്ണാണ് ഞാനെന്ന് കണ്ണാടി പരിചയപ്പെടുത്താണ്. ഇനി കണ്ണാടി പറയണത് മോസ്റ്റ് ഓഫ് ദ ടൈം, മിക്ക സമയത്തും, അതായത് കണ്ണാടി എവിടെങ്കിലൊക്കെ ഒരു ഭിത്തിയിലല്ല തൂങ്ങിക്കിടക്കുക, അപ്പൊ പറയണേ മിക്ക സമയത്തും ഐ മെഡിറ്റേറ്റ്, ഞാൻ ധ്യാനത്തിലായിരിക്കുന്നത്. ഓക്കെ, ഈ കണ്ണാടി വളരെ ധ്യാനത്തിലായിരിക്കും. എന്തില്? ഓൺ ദ ഓപ്പോസിറ്റ് വാൾ, എന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വാളുണ്ട്, ആ വാളിനെ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ധ്യാനത്തിലായിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു കണ്ണാടിയുടെ മുന്നിൽ ഒരാൾ വരുമ്പോഴാണ് ആ കണ്ണാടിയിലേക്ക് പ്രതിബിംബം വരും അല്ലെ. നേരെ മറിച്ച് അതില്ലാത്ത സമയത്തൊക്കെ കണ്ണാടിയുടെ നേരെ ഓപ്പോസിറ്റ് ഏതെങ്കിലും വാളോ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് മാത്രമായിരിക്കും കണ്ണാടിയിൽ കാണുക. അപ്പൊ ഇവിടെ നമ്മുടെ കണ്ണാടിയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു വാൾ, ഒരു ചുമരാണുള്ളത്. അപ്പൊ പറയാണ് എപ്പോഴും ഞാൻ ആ ചുമരിലേക്ക് നോക്കി ധ്യാനത്തിലാണെന്ന് അയാൾ പറയണം. അപ്പൊ വല്ലപ്പോഴും മാത്രമേ കണ്ണാടിയുടെ മുന്നിലേക്ക് ഈ ഒരു പെൺകുട്ടി ആയാലും മറ്റുള്ള ആളുകളും വരാറുള്ളൂ. ദെൻ ഇറ്റ് ഈസ് പിങ്ക്, ഇനി ആ ചുമരിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന, ധ്യാനത്തിലിരിക്കുന്ന ആ ഒരു വാള് എന്ത് കളറുള്ളതാ? പിങ്ക് നിറത്തിലുള്ള ഒരു വാളാണ്. വിത്ത് സ്പെക്കിൾസ്, അതിൽ വെറും നല്ല പ്ലെയിൻ ആയിട്ടുള്ള വാളല്ല, അതിൽ അവിടെയൊക്കെ സ്പെക്കിൾസ് ഉണ്ട്. സ്പെക്കിൾസ് എന്നാൽ ചെറിയ
കുത്തുകൾ, കറുത്ത ഡോട്ടുകൾ എന്നൊക്കെ പറയാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണാടി വളരെ സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ഗ്രഹിച്ചെടുക്കുന്നവനാണ് എന്ന് തെളിയിക്കാനാണ് ആ ചുമരിലുള്ള ചെറിയ കുത്തുകൾ പോലും ആ കണ്ണാടി കാണുന്നുണ്ട് അല്ലെ. അപ്പോൾ അത്രയും സൂക്ഷ്മതയുള്ളവനാണ്, കൃത്യതയുള്ളവനാണെന്ന് കണ്ണാടി വീണ്ടും അതിലൂടെ പറയാതെ പറയാണ് അല്ലെ. നോക്കേ, ഐ ഹാവ് ലുക്ക്ഡ് അറ്റ് ദിസ് സോ ലോങ്, കുറെ കാലങ്ങളായി ഞാൻ അതിലേക്ക് നോക്കി നിൽക്കുകയാണ്. ഏതിലേക്ക്? കണ്ണാടി പറയാണ് എന്റെ മുന്നിൽ നിൽക്കുന്ന ആ പിങ്ക് നിറത്തിലുള്ള വാളിലേക്ക്, ആ ചുമരിലേക്ക് ഞാൻ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അപ്പൊ കണ്ണാടി ആ ചുമരിൽ കുറെ കാലമായി. എന്താ? ഐ തിങ്ക്, എനിക്ക് തോന്നുന്നത് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് മൈ ഹാർട്ട്, അതെന്റെ ഹൃദയത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എന്നാണ്. അതായത് കണ്ണാടിക്ക് തോന്നാൻ എന്നും നമുക്കറിയാം, എപ്പോഴും നമ്മുടെ കൂടെയുള്ള, ചിലപ്പോൾ നമ്മുടെ വാഹനങ്ങളായിരിക്കാം, നമ്മുടെ പെറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അവരൊക്കെ നമ്മുടെ സ്വന്തമാണോ എന്ന് നമുക്ക് തോന്നിപ്പോയില്ലേ, നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമാണോ എന്നൊക്കെ. അത് പിരിയുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയായിരിക്കും, അത് ജീവനുള്ളതായാലും ജീവനില്ലാത്തായാലും. എന്തായാലും ഈ കണ്ണാടിക്കും എന്നും കാണുന്ന ചുമരിനോട് വല്ലാത്തൊരു ഇഷ്ടം വരികയാണ്, ഒരു മുഹബത്ത് വരികയാണ് അല്ലെ. അപ്പൊ കണ്ണാടി പറയാണ് എന്റെ ഹൃദയത്തിന്റെ ഭാഗമാണോ ആ ചുമരെന്ന് പോലും എനിക്ക് തോന്നുന്നു എന്ന്. ഓക്കെ, ദെൻ ബട്ട് ഇറ്റ് ഫ്ലിക്കേഴ്സ്. പക്ഷെ അതിന്റെ കൂടെ തന്നെ മൂപ്പര് പറയണത് അത് ഇടയ്ക്കിടെ ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്. ഫ്ലിക്കർ ചെയ്യാൻ ഇങ്ങനെ മിന്നിക്കളിക്കുക. ഓക്കെ, അതെന്താ ഉദ്ദേശം എന്നറിയാം മക്കളെ. ഈ കണ്ണാടിയിലേക്ക് ഇങ്ങനെ എപ്പോഴും കണ്ണാടി കാണുന്നത് എന്ത് ചെയ്യുന്ന, ഈ ആളുകളില്ലാത്ത സമയത്തൊക്കെ ഈ വാളാണ് കാണുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ആ കണ്ണാടിയുടെ മുമ്പിലേക്ക് നമ്മുടെ മെമ്പർ നോത്തിയും അതേപോലെ തന്നെ ആ വീട്ടിലുള്ള മറ്റാളുകളൊക്കെ വരാറുണ്ട്, മുടി ചെയ്യാനും മറ്റുള്ള സൗന്ദര്യം നോക്കാനൊക്കെ വരാറുണ്ടാവും. അപ്പൊ വരുന്ന സമയത്ത് കണ്ണാടിയിൽ എന്ത് കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ണാടി ഒരു പേഴ്സോണിഫൈ ചെയ്തുകൊണ്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കണ്ണാടി ഒരു മനുഷ്യനെ പോലെയാണ് ചിത്രീകരിക്കുന്നത്. അപ്പൊ കണ്ണാടിക്ക് തന്റെ ഹൃദയമായിട്ടുള്ള ആരെ കാണുന്നില്ല, ആ ഒരു പിങ്ക് വാളിനെ കാണുന്നില്ല. അപ്പൊ ഇടക്കിടക്ക് മൂപ്പർ ഇങ്ങനെ ഒളിച്ചോളി കളിക്കുന്നുണ്ട്, മിന്നി കളിക്കുന്നുണ്ട്. ഉദ്ദേശിച്ചത് ഈ കണ്ണാടിയിലേക്ക് ഇടക്കിടക്ക് ഈ പ്രതിബിംബങ്ങൾ, പുതിയ പുതിയ പ്രതിബിംബങ്ങൾ, ആളുകളുടെ മുഖങ്ങളൊക്കെ വരുമ്പോൾ അതിന് ആരെ മിസ് ചെയ്യുന്നുണ്ട്, ആ ചുമരിനെ മിസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇടക്കിടക്ക് ലൈറ്റുകൾ ഓഫ് ആവും അല്ലെ, റൂമിലാണല്ലോ ഉണ്ടാവുക. അപ്പൊ റൂമിലെ ലൈറ്റുകൾ ഓഫ് ചെയ്യുന്ന സമയത്ത് അതിന് ആ വാളിനെ കാണാൻ കഴിയില്ല. കണ്ണാടിയിൽ വെളിച്ചം വന്നാലല്ലേ അതിനെന്തെങ്കിലുമൊക്കെ പ്രതിബിംബത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ ലൈറ്റ് പോകുന്ന സമയത്തും അതേപോലെ തന്നെ കണ്ണാടിയുടെ മുന്നിലേക്ക് ആളുകളുടെ മുഖങ്ങൾ വരുന്ന സമയത്തൊക്കെ അതിന് ഈ ഒരു ബ്ലാങ്കും ഈ പിങ്ക് വാളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പറയുന്നത്, അത് ഇടക്കിടക്ക് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്, മങ്ങുന്നുണ്ട് എന്ന്. എന്നിട്ട് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. നോക്ക്, ഫേസസ് ആൻഡ് ഡാർക്ക്നെസ്, ഇരുട്ടും ചില മുഖങ്ങളും. ഫേസസ് എന്ന മുഖങ്ങൾ, അതായത് ആളുകളുടെ മുഖങ്ങളാട്ടോ, കണ്ണാടിയുടെ മുന്നിലേക്ക് വരുന്ന ആളുകളുടെ മുഖങ്ങൾ. അതെന്ത് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് അസ് ഓവർ ആൻഡ് ഓവർ, ഞങ്ങളെ ഇടക്കിടക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വേർപ്പെടുത്തുന്നുണ്ടെന്ന്. കാമുകന്മാരെ പോലെയാണ് ഇപ്പൊ ആര്, ഈ ഒരു വാളും അതേപോലെ തന്നെ കണ്ണാടിയുള്ളത്. അപ്പൊ അവർക്കിടയിൽ ഒരു കട്ടുറുമ്പുകളായിട്ട് ആര് വരുന്നുണ്ട്? ഇരുട്ടും കടന്നു വരാറുണ്ട്, അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ മുഖങ്ങളും കടന്നു വരാറുണ്ടെന്ന് കണ്ണാടി ഒരു പരിഭവത്തോടെ പറയാണ് അല്ലെ. അവസാനത്തെ സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ ഒരു വലിയൊരു ട്രാൻസിഷൻ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ കണ്ണാടി ഇതുവരെ കണ്ണാടിയെ കണ്ണാടിയായിട്ട് തന്നെയാണ് പരിചയപ്പെടുത്തിയത്. ഇനി കണ്ണാടി തന്നെ മറ്റൊരു മെറ്റഫർ ഉപയോഗിക്കുന്നുണ്ട്, തന്നെ പരിചയപ്പെടുത്താൻ, തന്നെ കമ്പയർ ചെയ്യാൻ മറ്റൊരു മെറ്റഫർ ഇവിടെ കണ്ണാടി ഉപയോഗിക്കുന്നുണ്ട്. കണ്ണാടി പറഞ്ഞു നോക്കിയാൽ നൗ, ഇപ്പോൾ. ആ ഇപ്പോൾ എന്ന ഭാഗത്ത് നിന്ന് തന്നെ കുറെ കാലം കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇപ്പൊ പ്രസന്റില് ഐ ആം എ ലേക്ക്, ഞാനൊരു കണ്ണാടിയല്ല, ഞാനിപ്പോ ഒരു തടാകമാണെന്നാണ് നമ്മുടെ കണ്ണാടി നമ്മളെ പരിചയപ്പെടുന്നത്. അപ്പൊ കണ്ണാടി നേരത്തെ പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ കണ്ണുകളാണെന്ന് പറഞ്ഞു, ഇപ്പം പറയുന്നു ഞാനൊരു തടാകമാണെന്ന് അല്ലെ. ആ തടാകത്തോട് കണ്ണാടിയെ കമ്പയർ ചെയ്യാൻ ഇങ്ങനെ ഒരു മെറ്റഫർ ഉപയോഗിക്കാൻ ഒരു കാരണമുണ്ട്. ഈ തടാകവും കണ്ണാടിയെ പോലെ തന്നെ എന്ത് ചെയ്യുന്നത്, നല്ല തെളിഞ്ഞ വെള്ളമുള്ള തടാകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ അതുപോലെ പ്രതിഫലിപ്പിക്കപ്പെടും. അപ്പോൾ തടാകത്തിനും കണ്ണാടിയുടെ സ്വഭാവം തന്നെയാണത്. പിന്നെ തടാകത്തിന് കണ്ണാടിയിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്താ? തടാകത്തിന് ആഴങ്ങളുണ്ട് അല്ലെ. തടാകത്തിൽ നമുക്ക് ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെന്നെത്താൻ പറ്റും. അപ്പൊ ഇവിടെ കണ്ണാടി തന്നെ ഒരു തടാകത്തോട് കമ്പയർ ചെയ്യാൻ കാരണം എന്താന്ന് വിചാരിച്ചാൽ, ഈ കണ്ണാടി നമ്മളെ വെറുതെ ബാഹ്യമായിട്ടുള്ള രൂപം മാത്രമല്ല നമുക്ക് തരുന്നത്, നമ്മുടെ ഐഡന്റിറ്റി എന്താണ്. ഓരോ കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴും ആ കണ്ണാടിയിൽ നോക്കുന്ന മനുഷ്യന് അയാളുടെ സ്വന്തം സ്വത്വം, തൻ്റെ ഉള്ളിലുള്ള താൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ ആ കണ്ണാടി എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കഴിവ് തരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഒരു കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലാവൂടാ, നമുക്ക് എവിടെയെങ്കിലും നര വീണിട്ടുണ്ടോ, നമുക്ക് പ്രായമായിട്ടുണ്ടോ, നമുക്ക് എവിടെയെങ്കിലും ചുളിവുകൾ വന്നിട്ടുണ്ടോ, ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ ആരാണ് ഞാൻ, വൃദ്ധനാണോ, യുവാവാണോ, കുഞ്ഞാണോ, ആണാണോ, പെണ്ണാണോ എന്ന് നമ്മുടെ സ്വത്വം കൃത്യമായി തിരിച്ചറിയാൻ, നമ്മൾ ചിരിക്കുന്നുണ്ടോ, കരയുന്നുണ്ടോ, നമുക്ക് സങ്കടങ്ങളുണ്ടോ, ഇതൊക്കെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഈ കണ്ണാടിക്ക് നമ്മളെ ആന്തരികമായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്വത്വം, ഐഡന്റിറ്റി പോലും തിരിച്ചറിയാൻ കഴിയുമെന്നുള്ള സൂചനയാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്,
കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നത്. അപ്പൊ കണ്ണാടി പറയാണ്, നമ്മുടെ ഒക്കെ ഉള്ളറിയുന്ന ഒരു തടാകമാണ് ഞാൻ, എന്നിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്വബോധവും തിരിച്ചറിയാൻ പറ്റും അല്ലെ. എന്നിട്ട് പറയാണ് എ വുമൺ ബെൻസ് ഓവർ മീ. ഒരു എക്സാമ്പിളിന് നമ്മുടെ കവിയത്രി ഒരു സ്ത്രീയെ കൊണ്ടുവരികയാണ്. ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു? ബെൻസ് ഓവർ മീ, എന്നിലേക്ക് ഇങ്ങനെ കുനിഞ്ഞു നോക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ തടാകമാകുന്ന കണ്ണാടിയിലേക്ക് ഇങ്ങനെ ആഴത്തിലേക്ക്, ആ തടാകത്തിന്റെ അല്ലെങ്കിൽ കണ്ണാടിയുടെ ആഴത്തിലേക്ക് നോക്കുകയാണ് ഒരു സ്ത്രീ അല്ലെ. ഇതിനെന്താ? സെർച്ചിങ് മൈ റീച്ചസ്. ഇവിടെ റീച്ചസ് എന്ന് പറഞ്ഞാൽ ആഴം, ആഴങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ കണ്ണാടി തന്നെ ഒരു കായലിനോട് അല്ലെങ്കിൽ ഒരു തടാകത്തോടല്ലേ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ തടാകമാകുന്ന കണ്ണാടിയുടെ ആഴങ്ങളിലേക്ക് ആ സ്ത്രീ എന്ത് ചെയ്യാണ്? എന്തോ തിരയുകയാണ്. എന്താ തിരയുന്നത്? ഫോർ വാട്ട് ഷീ റിയലി ഈസ്. അവൾ ആരാണ് യഥാർത്ഥത്തിൽ എന്നാണ് തിരയുന്നത്. അവളുടെ ഐഡന്റിറ്റി, അവളുടെ സ്വത്വമാണ് അവൾ എന്ത് ചെയ്യുന്നത്? തിരയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കണ്ണാടിയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബാഹ്യമായ രൂപം മാത്രമല്ല മക്കളെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ ആരാണെന്ന് വരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണല്ലോ കണ്ണാടി തന്നെ ഒരു ലേക്കിനോട് കമ്പയർ ചെയ്തത്. എന്നിട്ട് പറയാണേ then she turns to those liars. അപ്പൊ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ആ സ്ത്രീക്ക് തന്റെ സ്വത്വം തിരിച്ചറിയുന്നു. ആ സ്ത്രീക്ക് മനസ്സിലാവുന്നു തനിക്ക് പ്രായമായി, താൻ വൃദ്ധയായി എന്ന് തിരിച്ചറിയാണ്. ആ തിരിച്ചറിയുമ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്യുന്നു? ഷീ ടേൺസ്, അവൾ തിരിഞ്ഞു നടക്കുന്ന പറഞ്ഞത്. അവൾ തിരിഞ്ഞു പോകും, കാരണം കണ്ണാടിയോട് പിന്നെ അവൾക്ക് വെറുപ്പാവും. അവൾ അവിടെ നിന്ന് തിരിയും, സങ്കടത്തോടെ തിരിയും. എന്നിട്ട് എവിടേക്കാ പോവുക? ടു ദോസ് ലയേഴ്സ്, ആ നുണയന്മാരുടെ അടുത്തേക്കാണ് പോവാന്ന്. ലൈ എന്ന് പറഞ്ഞാൽ നുണ അല്ലെ. ലയേഴ്സ് എന്ന് പറഞ്ഞാൽ നുണ പറയുന്നവര്, ആ കള്ളം പറയുന്നവരുടെ അടുത്തേക്ക് പോകുന്നത്. ആരാ നുണയന്മാര്? ദ കാൻഡിൽസ് ഓർ ദ മൂൺ. അതൊരു പക്ഷേ കാൻഡിൽസ് മെഴുകുതിരികളാവാം, അതല്ലെങ്കിൽ മൂൺ നിലാവായിരിക്കാമെന്ന്. എന്താ മെഴുകുതിരിയുടെ നിലാവിന്റെ ഒക്കെ പ്രത്യേകത? ഈ രണ്ട് സ്ഥലത്തും, ആ നിലാ വെളിച്ചത്തിലും മെഴുകുതിരി വെളിച്ചത്തിലൊക്കെ നമ്മൾ നമ്മുടെ പ്രതിഫലനം നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിലെ ചുളിവുകളോ നമ്മുടെ നരകളൊന്നും കാണാൻ പറ്റില്ല. അവിടെ നമ്മൾ സുന്ദരികളും സുന്ദരന്മാരൊക്കെ ആയിരിക്കും. ഫോട്ടോഷോപ്പിലും എയിലൊക്കെ ഫോട്ടോ എടുക്കുന്ന മാതിരി ഉണ്ടാവും അല്ലെ. അപ്പം നുണയന്മാരാണ്, നമ്മുടെ യഥാർത്ഥ സ്വത്വം വിളിച്ചു പറയാതെ നമ്മുടെ സൗന്ദര്യം മാത്രം എപ്പോഴും പ്രതിഫലിപ്പിക്കുന്ന നുണയന്മാരാണ് കാൻഡിൽസും മൂണൊക്കെ. അവരുടെ അടുത്തേക്ക് നമ്മൾ പോകും, കാരണം നമ്മൾ നമ്മുടെ സ്വത്വം ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. നമുക്ക് പ്രായമായിന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. അപ്പൊ നമ്മൾ കണ്ണാടി ഉപേക്ഷിച്ച് അത്തരത്തിലുള്ള നുണയന്മാരിലേക്ക് നമ്മൾ പോകും. ഈ റിവാർഡ്സ് മീ, അങ്ങനെ കണ്ണാടിയിലേക്ക് നോക്കിയ ശേഷം അവൾ എനിക്ക് പ്രതിഫലം തരും, റിവാർഡ് തരും. എന്താ പ്രതിഫലം തരിക? വിത്ത് ടീയേഴ്സ്, കണ്ണുനീരുകളും, ആൻഡ് അജിറ്റേഷൻ ഓഫ് ഹാൻഡ്സ്, കൈകളുടെ പ്രക്ഷുബ്ധതയും. പ്രക്ഷുബ്ധം എന്നൊക്കെയാണ് അജിറ്റേഷന്റെ അർത്ഥം, ദേഷ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കൈകൾ കൊണ്ട് എന്റെ ദൈവമേ എനിക്ക് പ്രായമായല്ലോ എന്നൊക്കെയുള്ള ആക്ഷൻസ് ഒക്കെ കാണിച്ച് കരഞ്ഞുകൊണ്ട് അവൾ കണ്ണാടിയിൽ നിന്ന് എന്ത് ചെയ്യും? അകന്നു പോകും. അപ്പം ഈ ഒരു പ്രതിഫലം, എന്നെ നോക്കി ഇത്രയും കാലം സന്തോഷത്തോടെ നിന്നിരുന്ന ആ സ്ത്രീ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യും? അവളെ തന്നെ ശപിക്കുന്ന രീതിയിലൊക്കെയുള്ള അജിറ്റേഷൻസ് ഒക്കെ എനിക്ക് കാണാൻ പറ്റും. ഐ ആം ഇമ്പോർട്ടൻറ്റ് ടു ഹർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവൾക്ക് വളരെ പ്രധാനപ്പെട്ടതാ. ഞാൻ ഇല്ലാതെ അവൾക്ക് ഒരിക്കലും നടക്കൂല. എല്ലാ ദിവസവും രാവിലെ അവൾ എൻ്റെ മുന്നിലേക്ക് തന്നെ വരും. ഷീ കംസ് ആൻഡ് ഗോസ്, അവൾ എൻ്റെ മുന്നിലേക്ക് വരികയും പോവുകയും ചെയ്യും. അപ്പോൾ ഒരു കണ്ണാടി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ദെൻ ഈച്ച് മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ, ഇറ്റ് ഈസ് ഹെർ ഫേസ്, അവളുടെ മുഖമായിരിക്കും ദാറ്റ് റീപ്ലേസസ് ദ ഡാർക്ക്നെസ്, ഇരുട്ടിനെ മാറ്റുന്നത്. അപ്പൊ ഈ കണ്ണാടി രാത്രിയായി കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഓഫാക്കും. ലൈറ്റൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ കണ്ണാടിക്ക് ഒന്നിനെയും കാണാൻ കഴിയില്ല. രാവിലെ വെളിച്ചം വരും. ആ വെളിച്ചം വരുമ്പോൾ ഈ കണ്ണാടി ആദ്യം കാണുന്നത് ഈ സ്ത്രീയുടെ മുഖമായിരിക്കും. കാരണം ആ സ്ത്രീ കണ്ണാടി നോക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ഇടുന്നത് അല്ലേ. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കാണുന്ന കാഴ്ചയും ഇതുപോലെ തന്നെയായിരിക്കും. നമ്മളൊക്കെ നീച്ച് ആദ്യം തന്നെ ചില കണ്ണാടിയുടെ മുന്നിലേക്കായിരിക്കും അല്ലേ. അപ്പൊ എന്തായാലും ആ കണ്ണാടി അത്രയും പ്രിയപ്പെട്ടതാണ് സ്ത്രീക്ക് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയാണ് ഇൻ മീ, എൻ്റെ ഉള്ളിൽ. കണ്ണാടി ഇപ്പൊ ഒരു ലേക്കിനെ പോലെയാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എൻ്റെ ഉള്ളിൽ ഹി ഹാസ് ഡ്രോൺഡ് എ യങ് ഗേൾ, അവൾ, ആ സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ട്? ഷി ഹാസ് ഡ്രോൺഡ്, അവൾ മുക്കിക്കൊന്നിട്ടുണ്ട്. ആരെ? എ യങ് ഗേൾ, ഒരു യുവതിയെ. എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പണ്ടൊരു യുവതിയായിരുന്നു. ആ യുവതിയായിരുന്ന സമയത്തെ ആ കണ്ണാടിയിലേക്ക് അവളുടെ മുഖം നോക്കിയിരുന്നു. അവളുടെ മുഖം നോക്കാൻ അവൾ ആ കണ്ണാടി ഉപയോഗിച്ചിരുന്നു. അപ്പൊ ആ യുവതി ഇപ്പം മരിച്ചു അല്ലെ. എവിടെ മരിച്ചു? ആ കണ്ണാടിയാകുന്ന ആ തടാകത്തിൽ മുങ്ങി മരിച്ചു എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ കണ്ണാടിയിൽ നോക്കി 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 അവൾക്ക് പ്രായമായി അല്ലെ. ഞാനെന്താ? ആൻഡ് ഇൻ മീ എൻ ഓൾഡ് വുമൺ, ഇപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും, ഇപ്പൊ ആ സ്ത്രീ എന്നെ നോക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ നിന്നും എൻ ഓൾഡ് വുമൺ റൈസസ്, ഒരു വൃദ്ധയായ സ്ത്രീയാണ് ഉയർന്നു വരുന്നത്. ടു വാർഡ് ഹെർ ഡേ, അവളുടെ ഓരോ ദിവസവും എന്നാണ്, ഡേ ആഫ്റ്റർ ഡേ, ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ത്രീ, ഒരു വൃദ്ധയായ സ്ത്രീ ഇങ്ങനെ ഉയർന്നു വരികയാണ്. ലൈക്ക് എ ടെറബിൾ ഫിഷ്, അതും ഒരു ഭയാനകമായ ഒരു മത്സ്യത്തെ പോലെ. അപ്പോൾ ഒരു തടാകമാകുന്ന എന്നിൽ നിന്നും, ഈ കണ്ണടി പറയാണ്, തടാകമാകുന്ന എന്നിൽ നിന്നും ഒരു ഭയാനകമായ മത്സ്യം എങ്ങനെയാണോ ഉയർന്നു വരുന്നത്, അതുപോലെ ആ സ്ത്രീയുടെ ഒരു വികൃതമായ ഒരു വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയുടെ രൂപം ഇങ്ങനെ എന്നിൽ നിന്ന് ഉയർന്നു വരികയാണ്. കാരണം ആ സ്ത്രീ ഇപ്പൊ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു വാർദ്ധക്യം പോണ്ട ഒരു രൂപമാണ് കാണുന്നത്. കാരണം
ആ സ്ത്രീക്ക് ഒരുപാട് പ്രായമായി. അപ്പോൾ ഇവിടെ ടെറിബിൾ ഫിഷ് എന്നതിലൂടെ ആ സ്ത്രീയുടെ വാർദ്ധക്യത്തെ കമ്പയർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീക്ക് പ്രായമാകുന്നത് പേടിയാവുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം പ്രായമാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ മരണത്തോട് എടുക്കുക എന്നാണ് അല്ലേ. അപ്പോൾ ആ സ്ത്രീയുടെ ഭയമാണ് ഇവിടെ ടെറിബിൾ ഫിഷ് എന്നതിനോട് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കവിത ഒരു കണ്ണാടിയിലൂടെ മനുഷ്യന്റെ പ്രായമാകുന്നതിനെ കുറിച്ചുള്ള ഇമോഷൻസും സാഡ്നെസ് ഒക്കെയാണ് നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ അപ്രിസിയേഷനൊക്കെ ഉടൻ തന്നെ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.